ഞങ്ങൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് എന്ന് വരുത്തി കൂട്ടുവാൻ വേണ്ടി നിരവധി ആളുകൾ ശ്രമം നടത്തുന്നുണ്ട്. എങ്കിലും അങ്ങനെ ഒരു അഭിപ്രായ ഭിന്നതകൾ ഇല്ലാതെ കണ്ട് മുൻപോട്ട് പോകുവാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കിയെടുത്തിട്ടുണ്ട് എന്ന സത്യാവസ്ഥ കൂടി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങളെ കൂടി അറിയിക്കുവാൻ ഈ അവസരം ഞങ്ങൾ വിനിയോഗിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി ചർച്ചകൾ ഇന്ന് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ചർച്ചകൾ പലതും പല മേഖലകളിൽ ഉണ്ടാകുന്ന ചർച്ചകൾക്ക് വലിയ കാലതാമസമില്ലാതെ അതിനൊരു വിരാമം ഉണ്ടാകും എന്ന കാര്യം നിങ്ങളെ എല്ലാവരെയും അറിയിക്കുവാനും ഈ അവസരം വിനിയോഗിക്കുക. അത് പാർട്ടി പ്രവർത്തകരുടെ ഒരു വികാരം എന്നുള്ള നിലയിൽ പലയിടങ്ങളിലും അത്തരത്തിൽ ഫ്ലെക്സുകൾ ഉയർത്തുകയുണ്ടായി. പക്ഷെ അത്തരം കാര്യങ്ങൾക്ക് അന്തിമമായ ഒരു തീരുമാനം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDFന് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. അപ്പോൾ തീർച്ചയായും ഇന്ന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF എന്നുള്ള നിലയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അന്തിമമായ ഒരു തീരുമാനം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്നും വലിയ കാലതാമസമില്ലാതെ ഉണ്ടാകും എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങളായി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഇരിക്കണം എന്ന ഒരു റിക്വസ്റ്റ് കൂടി UDFൻ്റെ കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഹൈക്കമാൻഡ് അക്കാര്യങ്ങൾ ഒക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ആ ചർച്ച ചെയ്തതിന് ശേഷം ഹൈക്കമാൻഡ് അറിയിക്കുന്നതനുസരിച്ച് ആണ് തീരുമാനങ്ങൾ വരാൻ പോകുന്നത്. നിരീക്ഷകർ എത്തിച്ചേർന്നുകൊണ്ട് അഭിപ്രായങ്ങൾ തേടുന്നതാണ്. ആ അഭിപ്രായങ്ങൾ തേടുന്നു എങ്കിൽ പോലും അന്തിമമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാനുള്ളത് AICC ആണ്. ആ അന്തിമമായ തീരുമാനങ്ങൾ AICC എടുക്കുമ്പോൾ ആ തീരുമാനങ്ങൾ ഞങ്ങൾ അത് പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അത് വേഗം പരിഹരിച്ചിരിക്കും. പ്രൊസീജിയറിനുള്ള കാലതാമസം എന്ന് പറയുന്നത് ഒരു 2-3 ദിവസക്കാലത്തിനുള്ളിൽ തന്നെ അത്തരം കാര്യങ്ങൾ പരിഹരിക്കുന്നതാണ്.